പ്രിയപ്പെട്ട കുട്ടികളെ, കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ബോർഡ് +1 ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ വെച്ച് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ, അതായത് 60-ൽ 60 മാർക്ക് വാങ്ങാൻ 50% ടോപ്പിക്ക് അല്ലെങ്കിൽ 50% കുറവ് ടോപ്പിക്ക് മാത്രമേ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. മുൻവർഷ +1 വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വളരെ വലിയൊരു ഭാഗ്യം ആണ് കൈവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ വളരെ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ മതി. നിങ്ങളുടെ പരീക്ഷ 60 മാർക്കിനാണ് നടക്കുന്നത്. ഈ 60 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 80%, അതായത് ഏകദേശം 90 മാർക്കിന് ഈ പ്രസിദ്ധീകരിച്ച ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത്. സെപ്റ്റംബർ മാസം 6-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന +1 പരീക്ഷയ്ക്ക് നമുക്ക് ഏകദേശം 3 മാസത്തോളം ബാക്കിയുണ്ട്. ആവശ്യത്തിന് സമയം ബാക്കിയുണ്ട്. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത എല്ലാ കുട്ടികൾക്കും ഇനിയും പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട്. ഇനി പഠിച്ചു തുടങ്ങിയാലും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. A+ ഉറപ്പായി സ്കോർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒരു തവണ കാണുക, അതിൻ്റെ അകത്ത് സംശയം വരുന്ന ഭാഗങ്ങൾ ആവർത്തിച്ച് കാണുക, സംശയം ക്ലിയർ ചെയ്യുക. വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ അത് പഠിച്ചു പോകാൻ ശ്രമിക്കുക. ചാനലിൻ്റെ താഴെ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ പഠിപ്പിക്കുന്ന ക്ലാസ്സിൻ്റെ ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നോട്ട് PDF രൂപത്തിൽ ചാനലിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ഷോർട്ട് നോട്ടായിട്ട് എടുക്കുക. ഷോർട്ട് നോട്ടായിട്ട് കുറിച്ച് വയ്ക്കുക. ആ കുറിച്ച് വയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മാത്രം കുറിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ PDF-ൻ്റെ പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം. പ്രിൻ്റ് എടുത്ത് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. വളരെ കുറച്ച് പേജുകളെ ഉണ്ടായിരിക്കും. ഫോക്കസ് ഏരിയ മാത്രം ഉള്ള PDF ആയിരിക്കും തരുന്നത്. ക്ലാസ് ഇടുന്നതും ഫോക്കസ് ഏരിയ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ നോട്ട് വെച്ച് നിങ്ങൾ പഠിക്കുക. മറ്റ് നോട്ടുകൾ ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിൽ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. കാരണം നമ്മുടെ ഉദ്ദേശം ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ A+ വാങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാവുന്നതാണ്. ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും നോട്ട് പ്രിപ്പയർ ചെയ്യുക. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് 1-ാമത്തെ ചാപ്റ്ററിലേക്ക് കയറാം. ആദ്യം നമ്മൾ പഠിക്കുന്ന 1-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫിസിക്കൽ വേൾഡ് എന്നാണ്. നിങ്ങൾ ഒരു തവണ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ ഹയർ സെക്കൻഡറി ഫിസിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ 2 വർഷം ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്ലെയിൻ ഇൻട്രൊഡക്ഷനാണ് തരുന്നത്. കാലകാലങ്ങളായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പരമാവധി 2 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അതും സ്ഥിരം ചോദ്യങ്ങളാണ്. പക്ഷേ ആ സ്ഥിരം ചോദ്യങ്ങൾ ഉള്ള ടോപ്പിക്കല്ല ഇത്തവണ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്ന ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അത് മാത്രം പഠിക്കുക. പിന്നെ ആ സ്ഥിരം ചോദിക്കുന്ന ആ 2 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. കാരണം അത് പഠിക്കാൻ അധിക സമയമൊന്നും വേണ്ട. വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ 2 ഡൊമൈൻസ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഫിസിക്സിനെ നമ്മൾ എത്രയായി തിരിച്ചിരിക്കുന്നു അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെയാണ് ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഫിസിക്സിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിസിക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, 2 ക്വാണ്ടം ഫിസിക്സ്. അപ്പോൾ വാട്ട് ആർ ദ 2 ഡൊമൈൻസ് ഓഫ് ഫിസിക്സ് എന്ന് ചോദിച്ചാലും, വാട്ട് ആർ ദ 2 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫിസിക്സ് എന്ന് ചോദിച്ചാലും നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ക്ലാസിക്കൽ ഫിസിക്സ് ആൻഡ് ക്വാണ്ടം ഫിസിക്സ്. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് ആണ്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഉണ്ടായി വന്ന പണ്ട് കാലം തൊട്ട് ആദ്യം കണ്ടുപിടിച്ച് വന്ന, നമുക്ക് നിത്യജീവിതത്തിൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന, നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന ഫിനോമിന, അതിനെപ്പറ്റിയെല്ലാം പറയുന്ന ബ്രാഞ്ചാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസിക്കൽ ഫിസിക്സ് എക്സ്പ്ലെയിൻസ് മാക്രോസ്കോപ്പിക് ഫിനോമിന. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ലാർജ് എന്നാണ്, വലിയ. അതായത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതും നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നതും നേരിട്ട് കേൾക്കാൻ കഴിയുന്നതും എല്ലാം ക്ലാസിക്കൽ ഫിസിക്സിൽ ഉൾപ്പെടും. ഇനി എന്തൊക്കെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് ഉള്ളതെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്ട്സ് ലൈക്ക്. ക്ലാസിക്കൽ ഫിസിക്സിലുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം പറയുന്നില്ല, പ്രധാനപ്പെട്ട 3-4 നമുക്ക് നോക്കാം. മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യുന്ന എല്ലാ ശാസ്ത്രതത്വങ്ങളും, നമ്മൾ ഡെയിലി ലൈഫിൽ
മൂവ് ചെയ്യുന്നത് ആയിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെക്കാനിക്സിലാണ് വരുന്നത്. മെഷീൻസിൻ്റെ വർക്കിംഗ് ആയാലും നമ്മൾ നടക്കുന്നത്, ഓടുന്നത്, അങ്ങനെയുള്ള നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന മൂവ് ചെയ്യുന്ന എല്ലാ മോഷനെയും നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്സിലാണ് പഠിക്കുന്നത്. പിന്നുള്ളത് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചാർജസ് തമ്മിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതുപോലെ ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ ടോപ്പിക്കെല്ലാം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ ഡൈനാമിക്സിലാണ്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പറ്റിയുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പ്രകാശം, ഇവിടെ കൊടുത്തിരിക്കുന്ന പടം, പ്രകാശം ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് 7 നിറങ്ങളായിട്ട് പിരിയുന്നതാണ്. ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല ലെൻസ്, മിറർ, അങ്ങനെ ഒരുപാട് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒപ്റ്റിക്സിൽ പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറാണ്. ഹീറ്റിനെ പറ്റി, താപത്തിനെ പറ്റിയും അതിൻ്റെ ട്രാൻസ്ഫർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താപം എങ്ങനെ സഞ്ചരിക്കുന്നു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും പഠിക്കേണ്ടതില്ല. എന്താണ് മെക്കാനിക്സ് എന്ന് പഠിക്കേണ്ട, എന്താണ് ഒപ്റ്റിക്സ് എന്ന് പഠിക്കേണ്ട, എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയാണ്: ക്ലാസിക്കൽ ഫിസിക്സിലുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇൻ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇത്ര മാത്രം എഴുതുക. ഇനി വാട്ട് ഈസ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് ചോദിച്ചാൽ, ക്ലാസിക്കൽ ഫിസിക്സ് ഡീൽസ് വിത്ത് മാക്രോസ്കോപ്പിക് ഫിനോമിന. എന്താണ് മാക്രോസ്കോപ്പിക്? മൈക്രോസ്കോപ്പിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ വസ്തുക്കൾ കാണാനാണ്. അപ്പോൾ ചെറുതിൻ്റെ ഓപ്പോസിറ്റ് വലുത്, മാക്രോസ്കോപ്പിക്കിൻ്റെ മീനിങ് അതാണ്. അപ്പോൾ വലിയ ഫിനോമിനയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിസിക്സാണ് ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പോൾ വാട്ട് ഈസ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വെച്ചാൽ എങ്ങനെ പറയുക? ക്ലാസിക്കൽ ഫിസിക്സ് എക്സ്പ്ലെയിൻസ് മാക്രോസ്കോപ്പിക് ഫിനോമിന. ഇറ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്ട്സ് ലൈക്ക് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പോൾ രണ്ടാമത്തെ ഡൊമൈനാണ് ക്വാണ്ടം ഫിസിക്സ്. ഇതിനെ നമ്മൾ അഡ്വാൻസ്ഡ് ഫിസിക്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് നോക്കാം. ക്വാണ്ടം ഫിസിക്സ് എക്സ്പ്ലെയിൻസ് മൈക്രോസ്കോപ്പിക് ഓർ വെരി സ്മോൾ. നമ്മൾ നേരത്തെ മാക്രോസ്കോപ്പിക്കാണ് ക്ലാസിക്കൽ ഫിസിക്സ് പറഞ്ഞത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്വാണ്ടം ഫിസിക്സ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് വെരി സ്മോൾ ഫിനോമിന ആയിരിക്കും പറയുന്നത്, വളരെ ചെറുത്, നമുക്ക് നേരിട്ട് കാണാനോ കേൾക്കാനോ കഴിയാത്ത ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫിസിക്സിൽ, ക്വാണ്ടം ഫിസിക്സിൽ പഠിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ക്ലാസിക്കൽ ഫിസിക്സിൽ ഉള്ളതുപോലെ നമ്മൾ ക്വാണ്ടം ഫിസിക്സിലുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അറ്റോമിക് ആൻഡ് മോളിക്കുലർ ആൻഡ് ന്യൂക്ലിയർ ഫിനോമിന. ആറ്റത്തിനെ പറ്റിയും മോളിക്യൂളിനെ പറ്റിയും ന്യൂക്ലിയസിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് ക്വാണ്ടം ഫിസിക്സിലാണ്. ഇത് നമ്മൾ അഡ്വാൻസ്ഡ് ഫിസിക്സ് എന്നും പറയും. ഇതുകൂടാതെ വേറെയും ബ്രാഞ്ചുകളുണ്ട്. നിങ്ങളിപ്പോൾ തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത്രയും തന്നെ അറിഞ്ഞാൽ മതി. അപ്പോൾ വാട്ട് ഈസ് ക്വാണ്ടം ഫിസിക്സ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതുക: ക്വാണ്ടം ഫിസിക്സ് എക്സ്പ്ലെയിൻസ് മൈക്രോസ്കോപ്പിക് ഫിനോമിന. ഇറ്റ് ഇൻക്ലൂഡ്സ് അറ്റോമിക്, മോളിക്കുലർ ആൻഡ് ന്യൂക്ലിയർ ഫിനോമിന. ഒന്നുകൂടെ നോക്കാം. ക്വാണ്ടം ഫിസിക്സ് എക്സ്പ്ലെയിൻസ് മൈക്രോസ്കോപ്പിക് ഫിനോമിന. ഇറ്റ് ഇൻക്ലൂഡ്സ് അറ്റോമിക്, മോളിക്കുലർ ആൻഡ് ന്യൂക്ലിയർ ഫിനോമിന. അപ്പോൾ ഇത്ര എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് പൂർണ്ണമായിട്ട് ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിൻ്റെ സാധ്യതകൾ, ഫിസിക്സിൻ്റെ റേഞ്ച് എന്താണ് എന്നാണ്. സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് ഒരു റേഞ്ച് ഉണ്ട്, എവിടം തൊട്ട് ഏത് വരെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് പറയുന്നതാണ് വാട്ട് ഈസ് സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് വെച്ചാൽ. ഇങ്ങനെ ഡയറക്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വാട്ട് ഈസ് സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഇൻ ഫിസിക്സ് വി സ്റ്റഡി ഫിനോമിന ഇൻ ദ റേഞ്ച് ഓഫ്. ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന റേഞ്ച്, നമ്മൾ പഠിക്കുന്ന ഫിനോമിന എന്ന് പറഞ്ഞാൽ പ്രതിഭാസങ്ങളുടെ റേഞ്ച് എന്ന് പറയുന്നത് ലെങ്ത്, ടൈം, മാസ്, ഇത് മൂന്നിനെയും അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ടു 10⁻26 മീറ്റർ ആണ്. 10⁻⁻15 മീറ്റർ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ള കേന്ദ്രബിന്ദുവാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ലെങ്ത് എത്രയാണ്? 10⁻⁻15 മീറ്റർ. അതായത് 0.000 അങ്ങനെ 14 സീറോ ഇട്ടിട്ട് ഒന്നിടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർ നിങ്ങൾ എഴുതുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് വളരെ 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 ചെറിയ നമ്പറാണ്. അതാണ് ഒരു ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 2 അത് തൊട്ട് ഏത് വരെ? 10⁻26 മീറ്റർ. 10⁻26 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് 26 പൂജ്യം ഇട്ട സംഖ്യയാണ്
10⁻26 അത്രയും മീറ്റർ. അത് ഈ യൂണിവേഴ്സിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൈസാണ്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ലെങ്ത് ഏത് റേഞ്ചിലാണ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കിയാൽ 10⁻−15 മീറ്റർ തൊട്ട് 10⁻26 മീറ്റർ വരെയാണ്. ഈ 10⁻−15 മീറ്റർ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ആണ്. 10⁻26 മീറ്റർ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. അപ്പോൾ ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് ചോദിക്കാം. അപ്പോൾ 10⁻−15 മീറ്റർ എന്ന് എഴുതാം. അതേപോലെ വാട്ട് ഈസ് ദ സൈസ് ഓഫ് യൂണിവേഴ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ 10⁻26 മീറ്റർ എന്ന് നമ്മൾ ഉത്തരം എഴുതണം. പിന്നെ ടൈമിന് എങ്ങനെയാണ് നോക്കുന്നത്? ടൈമിന് 10⁻−22 സെക്കൻഡ്സ് ടു 10⁻18 സെക്കൻഡ്സ്. 10⁻−22 സെക്കൻഡ്സ് ടു 10⁻18 സെക്കൻഡ്. 10⁻−22 സെക്കൻഡ് എന്ന് പറയുന്നത് 0.00 അങ്ങനെ 21 സീറോയും പിന്നെ ഒരു 1 അത്രയും സെക്കൻഡ്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് ബിഗ് ബാങ്ങിൻ്റെയൊക്കെ സമയത്ത്, ബിഗ് ബാങ്ക് നമുക്കറിയാം പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ്കിലൂടെയാണെന്നറിയാം. അപ്പോൾ അതിനൊക്കെ ഫോർമേഷൻ എടുക്കുന്ന വളരെ ചെറിയ ടൈമാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ചെറിയ ടൈമാണിത്. 10⁻18 സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ വലിയ ടൈമാണ്. ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ഫിസിക്സിൽ ഡീൽ ചെയ്യുന്നത്. പിന്നെ മാസിൻ്റെ നമ്മൾ എടുക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 10⁻−30 കിലോഗ്രാം. 10⁻−30 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 0.0000 അങ്ങനെ 29 സീറോ ഇട്ടിട്ട് 1 എടുക്കുക. അതാണ് 10⁻−30. ആ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം എത്രയാണ്, 9.1 × 10⁻−31 ആണ്. അത്രയും കിലോഗ്രാമാണ്. അതായത് ഏകദേശം നമ്മൾ എടുക്കുകയാണെങ്കിൽ 10⁻−30 കിലോഗ്രാം എന്ന് കിട്ടും. ടു 10⁻55 കിലോഗ്രാം. 10⁻55 എന്ന് പറയുമ്പം 1 കഴിഞ്ഞിട്ട് 55 പൂജ്യം ഉള്ള സംഖ്യ. അതെന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ മാസ്സാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ മാസ്. അത് വളരെ വലിയ സംഖ്യയാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ലെങ്ത്, ടൈം, മാസ് ഇത് മൂന്നിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ചോദിക്കില്ല നിങ്ങളടുത്ത് ചോദിക്കുന്ന. ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സൈസ് ഓഫ് ന്യൂക്ലിയസ് എത്രയാണെന്ന് ചോദിക്കാം, അതേപോലെ സൈസ് ഓഫ് യൂണിവേഴ്സ് എത്രയാണെന്ന് ചോദിക്കാം, അതേപോലെ സൈസ് ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിക്കാം, അതേപോലെ മാസ് ഓഫ് യൂണിവേഴ്സ് എത്രയാണെന്ന് ചോദിക്കാം. നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങൾ ഈ പേജിൽ നിങ്ങൾക്ക് ആകെ 4 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആ 4 കാര്യങ്ങൾ പഠിക്കുക, വ്യക്തമായി പഠിച്ചു വെച്ചേക്കുക. അത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കും കിട്ടും. ഇത് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഇനി നമുക്ക് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സ്ഥിരം ചോദ്യം, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് എല്ലാ വർഷവും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഈ ചോദ്യമാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. കാരണം ഇൻ കേസ് നമുക്ക് ആ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും നമുക്ക് എഴുതാനായി കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉറപ്പായിട്ട് എഴുതി വയ്ക്കാം. വളരെ എളുപ്പമുള്ള കാര്യമാണ്. വാട്ട് ആർ ദ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ? നേച്ചറിലുള്ള, അതായത് ഈ പ്രകൃതിയിലുള്ള 4 അടിസ്ഥാന ബലങ്ങൾ ഏതെല്ലാമാണ്? ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ബലം. പ്രകൃതിയിലെ 4 അടിസ്ഥാന ബലങ്ങൾ ഏതെല്ലാം? അറേഞ്ച് ദെം ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സ്ട്രെങ്ത്. അവയുടെ ശക്തി കൂടി വരുന്ന ഓർഡറിൽ ക്രമീകരിക്കുക. അതായത് ഏറ്റവും ചെറിയ ഫോഴ്സ് തൊട്ട് ഏറ്റവും വലിയ ഫോഴ്സ് വരെ. അപ്പോൾ വാട്ട് ആർ ദ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നിങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചതെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്നായിരിക്കും പഠിച്ചത്. 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതായത് ന്യൂക്ലിയസിൽ, അതായത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണിത്. ഈ ആറ്റത്തിൽ നിന്ന് ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയ കിരണങ്ങൾ വരും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അത്രയും ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ കിരണങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഫോഴ്സാണ്. നിങ്ങൾക്ക് അതൊന്നും ചോദിക്കത്തില്ല ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ അത്രയും ഡീറ്റെയിൽ. വാട്ട് ഈസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊന്നും ചോദിക്കത്തില്ല. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ് എന്നുള്ളൊരു ഐഡിയ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് മൂന്നാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് തമ്മിലുള്ള ഫോഴ്സാണ്. നമുക്കറിയാം നെഗറ്റീവ് ചാർജും അടുത്ത് വന്നാൽ വികർഷിക്കും, അതായത് റിപ്പൽ ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവും അടുത്ത് വന്നാൽ അത് തമ്മിൽ അട്രാക്റ്റും ചെയ്യും. അപ്പോൾ അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സുകൾ. അതുപോലെ മാഗ്നറ്റുകൾ, നോർത്ത് പോളും കൂടെ അടുത്ത് വന്നാൽ അത് റിപ്പൽ ചെയ്യുകയും നോർത്തും സൗത്തും കൂടെ അടുത്ത് വന്നാൽ അട്രാക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലാണ് വരുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ്. പക്ഷെ നമ്മളിതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
അടുത്ത 4ാമത്തെ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ഉള്ളതെന്നറിയാം. ഇതിൽ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല. നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, 2 പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വെച്ചിരുന്നാൽ അത് തമ്മിൽ റിപ്പൽ ചെയ്ത് അകന്നു പോകാൻ ശ്രമിക്കും. പക്ഷേ ആ റിപ്പൽ ചെയ്ത് അകന്നു പോകാൻ ശ്രമിക്കുന്ന ബലത്തെക്കാളും കൂടിയ ബലമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടുത്തടുത്തിരിക്കുന്നത്. നമുക്കറിയാം 2 പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജുകളാണ്, 2നും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വികർഷിച്ച് ദൂരേക്ക് പോവേണ്ടതാണ്. പക്ഷേ അത് പോവാതെ ന്യൂക്ലിയസിൽ അടുത്തടുത്തിരിക്കുന്നുണ്ട്. അതിന് കാരണക്കാരനായ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത് കൂടി വരുന്ന റേഞ്ചിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഓർഡർ പഠിച്ചു വെച്ചിരിക്കണം, വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കണം. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ എഴുതേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ്. വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് എഴുതണം. അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് എന്ന് മാത്രം എഴുതിയാലും മതി. സ്ട്രോങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് അർത്ഥം. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതും ആവാം. രണ്ടെണ്ണത്തിനും ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ പഠിച്ചു വെച്ചേക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അറേഞ്ച് ദ ഫോഴ്സസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുന്ന രീതിയിൽ ഓർഡറിൽ ഈ 4 ഫോഴ്സുകൾ എഴുതുക. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി തിരിച്ച് ഡിസെൻഡിങ് ഓർഡർ ചോദിക്കുകയാണെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ ഓർഡർ 3 എഴുതിയിട്ട് ഇടയ്ക്ക് ഒരെണ്ണം മിസ്സിങ് ആയിരിക്കും. ആ ഡാഷ് ഫില്ല് ചെയ്യാനായിരിക്കും തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ഫുൾ മാർക്കിനുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് തോന്നും വളരെ കുറച്ചല്ലേ ഉള്ളൂ, ഇത്രയും പഠിച്ചാൽ ഫുൾ മാർക്ക് എങ്ങനെ കിട്ടും എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയ ചാപ്റ്ററാണ്. 1ാമത്തെ ചാപ്റ്റർ വളരെ ചെറുതാണ്. മാത്രമല്ല ഇതിനകത്ത് നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന 1 or 2 മാർക്കിനാണ് മാത്രമാണ് ചോദിക്കുന്നത്. ഇത്തവണ 120 മാർക്കിന് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് 4 മാർക്കിന് വരെ ചോദിക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 മുതൽ 4 വരെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 3 മാർക്ക് തൊട്ട് 4 മാർക്ക് വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് പഠിക്കാനായിട്ട് നമുക്ക് ആകെ ചിലവാകുന്നത് 5 മിനിറ്റായിരിക്കും ചിലവാകുന്നത്, കൂടിപ്പോയി 10 മിനിറ്റ് ചിലവാകും. അപ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് പഠിക്കുക. ഇതിൻ്റെ PDF ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ അകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് എഴുതി വെച്ച് എക്സാമിൻ്റെ തലേന്ന് എടുത്ത് നോക്കാൻ, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് എടുത്ത് നോക്കാൻ, അല്ലെങ്കിൽ 1 മാസം മുമ്പ് എടുത്ത് നോക്കാൻ വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗുഡ് ബൈ.